ഹലോ, വെൽക്കം ബാക്ക് ടു കട്ടനും. ഓക്കെ, അപ്പോ വളരെ ഗൗരവമേറിയ ഒരു വിഷയം ലാസ്റ്റ് ഡേ നടക്കുകയുണ്ടായി. ഫൈസലിലേക്ക് നമ്മുടെ മലബാറിന്റെ സ്വന്തം ഫൈസലിക്ക, ഗോൾഡിന്റെ സ്വന്തം ഫൈസലിക്ക അവരുടെ ഗൃഹപ്രവേശനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് അതിഥികളെ വിളിച്ചു. അതിൽ രണ്ടുപേരായിരുന്നു ആദില നൂറ, നമ്മുടെ ബിഗ് ബോസ് ഫെയിം ഈ സീസൺ 7ന്റെ ഫെയിം ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പോ അവരെ വിളിച്ചതിന് ശേഷം അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് അവരെ ഞാൻ വിളിച്ചു എന്നുള്ള രീതിയിൽ സമൂഹത്തിനകത്ത് മോശമായ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരെ അഭിസംബോധന ചെയ്തത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് വിളിക്കുന്നതിന് മുന്നേ തോന്നിയില്ലേ? അതെ, അല്ല, ഇയാൾക്ക് തീരുമാനിക്കാലോ ഇയാളുടെ ഗൃഹപ്രവേശനത്തിന് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടാന്ന്. അപ്പൊ വിളിക്കാതെ എന്തായാലും അവരവിടെ പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രമുഖരെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു രണ്ടുപേരെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി അപമാനിക്കുക, അല്ലെങ്കിൽ അവര് വന്നതിന് ശേഷമാണോ ഇയാൾക്ക് ബോധം വന്നത് ഇവര് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരും അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായി ജീവിക്കുന്ന ആളാണ്? ഇതില് ആക്ച്വലി ഉണ്ടാവാന്ന് വെച്ചാല് അയാൾക്ക് ഓൾറെഡി ഒരു ഫെയിം ഉണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിന് ശേഷം അയാൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഫെയിം കുറച്ചുകൂടെ ഇരട്ടിയായിരിക്കും. മേ ബി അതിനു വേണ്ടിയുള്ള ഒരു പണിയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. എന്തായാലും പറഞ്ഞത് വളരെ മോശമാണ്. മനുഷ്യത്വമില്ലാത്ത, അതെ, എല്ലാവരെയും ഈക്വലായി അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിങ്ങനെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുകൂടെ കണ്ടപ്പോ ഒന്ന് അങ്ങ് പോയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പ് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും പൊതുജനങ്ങളുടെ ഇടയിലും ഇതിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.